സാർ, ഫെബ്രുവരി എൻഡ് ആവാറായി, മാർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. മാർച്ച് എന്ന് കേൾക്കുമ്പോഴത്തേനും നമ്മളെക്കാൾ കൂടുതൽ പേടി ഇപ്പൊ വരാനായിട്ട് പോകുന്നത് മിക്കപ്പോഴും കുട്ടികൾക്കായിരിക്കും. പൊതുവെ പഠിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷാകാലമാണ്. അപ്പൊ എനിക്ക് സാറിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഈ പരീക്ഷാകാലത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ഇതിൽ 3 വിഭാഗക്കാരെ ഉൾപ്പെടുത്താം. ഒന്ന് കുട്ടികള്, ഒന്ന് പാരന്റ്സ്, ഒന്ന് നമ്മുടെ ടീച്ചേഴ്സ്, അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന അവരുടെ ടീച്ചേഴ്സ്. എങ്ങനെ നമുക്ക് ഈ 3 വിഭാഗത്തെ ഒരുമിപ്പിച്ച് ഈ ഒരു കാലഘട്ടം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാം? കൃഷ്ണ പറഞ്ഞതിൽ ഒരു തിരുത്തു വരുത്താൻ തോന്നുന്നു. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പേടി. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. സാധാരണ എക്സാം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പേടി പേരൻസിനാണ്. ഈ പേരൻസിന്റെ പേടിയാണ് പലപ്പോഴും കുട്ടികൾക്ക് പകർന്നു കിട്ടണമെന്നാണ് എനിക്കൊരു വിശ്വാസം. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ പേരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് അങ്ങനെ പേടി ഉണ്ടാകുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു പോസിറ്റീവായ ഇമ്പാക്റ്റ് റിസൾട്ട് അല്ല ഉണ്ടാവുക, നെഗറ്റീവായ സാധനമാണ് ഉണ്ടാവുക എന്നാണ്. എക്സാമിനോട് ഉത്തരവാദിത്തം വേണം, എക്സാമിനോട് പേടി വേണ്ട എന്നതാണ്. രണ്ടും രണ്ടാണ്. അപ്പോൾ പേടിയൊരു പ്രശ്നമാണ്. പേടി എന്നതിനേക്കാൾ അതിന് കുറച്ചും കൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, എക്സാം ഫിയർ എന്ന് പറഞ്ഞ വാക്ക് എൻ്റെ ഇന്റർപ്രിട്ടേഷനാണ്. ഫിയർ ഭൂതകാലവുമായി ബന്ധപ്പെട്ടതാണ്. ആൻസൈറ്റി എന്ന് പറയുന്ന വാക്കാണ് കുറച്ചും ആശങ്ക എന്ന് പറഞ്ഞാൽ ഭാവിയിൽ എന്താകും, ഈ പരീക്ഷ ഞാൻ തോറ്റാൽ എന്ത് ചെയ്യും, ഈ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ എന്ത് ചെയ്യും, എൻ്റെ ജീവിതം തീർന്നു പോകില്ലേ, ഇത്തരം ചിന്തകളാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ എക്സാം ആൻസൈറ്റി പ്രശ്നമാണ്. ഇപ്പൊ ഈ ആൻസൈറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ, ഇത് കുട്ടികൾ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രഷറൈസ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കും ഇത്. ഈ പ്രഷറൈസ് ആയിട്ട് നിൽക്കുന്ന കുട്ടികളെ പാരന്റ്സ് ആയിട്ട് നിൽക്കുന്നവർ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്ന് കൂടി പറഞ്ഞ ഒരു ഗൈഡൻസ് പോലെ അവർക്ക് കൊടുത്താൽ നന്നായിരിക്കും. കാരണം പലപ്പോഴും പറയാറുണ്ട്, മോൻ അങ്ങനെ എക്സാമിന് 2-3 ദിവസം മുമ്പ് അവന് ഭയങ്കര പേടിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ എങ്ങനെ എന്റെ മകനെ സപ്പോർട്ട് ചെയ്യണം? അതിനൊരു ഗൈഡൻസ് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഒരു ചോദ്യം പേരൻസ് ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യം, അറിഞ്ഞോ അറിയാതെയോ, അറിഞ്ഞു തന്നെ ആവണമെന്നില്ല കേട്ടോ, അറിഞ്ഞോ അറിയാതെയോ ആ കുട്ടിയുടെ എക്സാമിനേഷൻ ആൻസൈറ്റിയെ നമ്മൾ സഹായിച്ചിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടാവാൻ നമ്മൾ കാരണക്കാരനായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നല്ലതാണ്. എന്താ കാരണം ചോദിച്ചാൽ, ഞാൻ പൊതുവെ കണ്ടേക്കുന്നത് പ്രത്യേകിച്ച് എക്സാം ആൻസൈറ്റി ഏറ്റവും കൂടുതലുള്ളത് നന്നായി പഠിക്കുന്ന കുട്ടികൾക്കാണ്. കാരണം നന്നായി പഠിക്കുന്ന കുട്ടികൾ ഈ കോൺസിക്വൻസിനെ കുറിച്ച് ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യും. നമ്മൾ ഉഴപ്പന്മാരെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, ഉഴപ്പത്തികൾ എന്ന് പറയുന്ന ഒരു കൂട്ടർ. ഞാൻ അത് ഒരു ടെക്നിക്കൽ വേർഡ് മാത്രമായിട്ടാണ് കാണുന്നത്. ബാക്ക് ബെഞ്ചസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. അതെ. ചിലർ ടീച്ചർമാർ ചിലപ്പോൾ ഫ്രണ്ടിൽ കൂടെ നിർത്തും അല്ലേ. അപ്പൊ അവരെ അപേക്ഷിച്ച് ഇത് അത്ര വലിയ സംഭവമല്ല എന്നതാണ്. ഈ നന്നായി പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ആൻസൈറ്റി ഒരു പ്രോബ്ലം. ഈ ആൻസൈറ്റി ഉണ്ടാകുന്നതിനൊരു പ്രധാന കാരണം ഒരു അൺറിയലിസ്റ്റിക് ആയ എക്സ്പെക്ടേഷൻ ഇവരുടെ മേത്ത് കൊണ്ടുപോയി വയ്ക്കും. അതായത് ഫുൾ A+ കിട്ടുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഉറപ്പായി ഫുൾ A+ മേടിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളിത് കേൾക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഒരു കുട്ടി വിചാരിക്കാൻ സാധ്യതയുണ്ട്, ഓ അയാൾ വരെ പറഞ്ഞു, ഇനിയിപ്പോൾ എന്തിനാ പഠിക്കണേ. അത് ഞാൻ അതിനോട് ഒട്ടും യോജിക്കുന്നില്ല. പഠിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അതിനൊരു കാരണം കൂടി പറയാം. എന്തുകൊണ്ടാണ് പഠിക്കണം, എന്തുകൊണ്ടാണ് നല്ല മാർക്ക് മേടിക്കണം എന്ന് പറയുന്നത്? ഞാൻ കാണുന്നത്, നല്ല മാർക്ക് മേടിച്ചാലേ നിങ്ങൾക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രധാനമായി ഈ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാനുണ്ടാകുന്ന ഗുണം ഞാനിപ്പോൾ പറയാം. രണ്ടാമത്തെ കാരണം, ഇത് രേഖപ്പെടുത്തപ്പെടും. പ്രത്യേകിച്ച് ഈ 10ാം ക്ലാസ് 12th എക്സാം ആണെങ്കിൽ രേഖപ്പെടുത്തപ്പെടും. റെക്കോർഡിക്കലാണ്. ജീവിതകാലം മുഴുക്ക് അത് നിങ്ങൾ കാണുന്നു. അപ്പോൾ അതൊരു അച്ചീവ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ നാളെ ജീവിതത്തിൽ തോറ്റു തുന്നമ്പാടി നിൽക്കുമ്പോഴും ആ ഓർമ്മ നിങ്ങളെ സഹായിക്കും. ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് പറയാം. ഞാൻ 10ാം ക്ലാസ്സിൽ വളരെ നല്ല മാർക്ക് മേടിച്ച് പാസ്സായതാണ്. എൻ്റെ കണക്കിലൊക്കെ എനിക്ക് 99 മാർക്കുണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയപ്പോഴും എനിക്ക് ആ 99 മാർക്ക് എന്ന് പറയുന്ന കണക്കിൽ 99 മാത്തമാറ്റിക്സ്, ഞാനൊരു മാത്തമാറ്റിക്കൽ തിങ്കറാണ് എന്നൊക്കെ പറഞ്ഞ ഉള്ള ചിന്തകൾ എനിക്ക് ഭയങ്കരമായിട്ട് ബൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ രേഖപ്പെടുത്തുന്ന മാർക്കുകൾ നന്നായിരിക്കണമെങ്കിൽ
നിങ്ങൾ പബ്ലിക് എക്സാമുകൾ നന്നായി ഒരുങ്ങണം, പഠിക്കണം. പിന്നെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം എന്ന് പറഞ്ഞു. എന്തിനാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണത്? 3 കാര്യങ്ങൾ കിട്ടും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ. ഒന്ന്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എപ്പോഴും മികച്ചതായിരിക്കും. ഇപ്പോ കേരളത്തിലോ ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ഉള്ള ഏത് എഞ്ചിനീയറിംഗ് കോളേജിനേക്കാൾ മികച്ചതായിരിക്കും മദ്രാസ് IIT എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ ക്യാമ്പസ്, അതിന്റെ സൗകര്യങ്ങൾ, അവിടുത്തെ ക്ലാസ് മുറികൾ, അവിടുത്തെ ഹോസ്റ്റൽ, അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം. 1. 2, നല്ല ടീച്ചർമാരൊക്കെ ആണെങ്കിൽ എവിടെ പോകണം? നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോകണം. ഇവിടുത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചറും IITയിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചറും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? അപ്പോൾ നല്ല ടീച്ചർമാരെ, അതൊരു ഭാഗ്യമല്ലേ നല്ല ടീച്ചർമാരെ കണ്ടുമുട്ടുക. 3, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിലവാരമുള്ള കുട്ടികളാണ് വരിക. പഠന നിലവാരമുള്ള കുട്ടികൾ. നിലവാരം എന്ന് പറഞ്ഞ വാക്ക് പഠന നിലവാരമുള്ള കുട്ടികൾ. അപ്പം നിങ്ങൾ സ്വാഭാവികമായി ആ നിലവാരത്തിനൊത്ത് ഉയരേണ്ടി വരും. അത് നമ്മുടെ അസോസിയേഷൻ വളരെ പ്രധാനപ്പെട്ടതല്ലേ. ഈ കാരണങ്ങൾ കൊണ്ട് പഠനം മെച്ചപ്പെട്ടതായിരിക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷേ നിങ്ങൾ അനാവശ്യമായി എക്സാമിനെ കുറിച്ച് ആൻസൈറ്റി ആകുന്നത് കൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കൂടുമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. മാർക്ക് കൂടില്ലെങ്കിൽ നിങ്ങൾ ആൻസൈറ്റിക്ക് പരിഹാരം കണ്ടെത്തേണ്ടതാണെന്നാണ്. അതെങ്ങനെ കണ്ടെത്താൻ കഴിയും? പേരൻസ് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ കുട്ടികളുടെ തലയിൽ വയ്ക്കുന്നതിനെ ഒഴിവാക്കുക എന്നാണ്. ഭയങ്കര ഒരു സീരിയസ് ആയ സംഭവമാണ് എക്സാം എന്നല്ല കാണേണ്ടത്. നിങ്ങൾ ഒരു ദിവസം എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ തന്നെ ഒരു ദിവസത്തെ ജീവിതം വിലപിടിപ്പുള്ളതാണ്. അവിടെ മിസ്റ്റേക്ക് ചെയ്താൽ നമ്മൾ അനുഭവിക്കും. അതുപോലെ തന്നെ എക്സാമും അതേ ഉത്തരവാദിത്തോടെ സമീപിക്കാൻ മക്കളെ പഠിപ്പിക്കും. എക്സാമിന് വേണ്ടി മാത്രം ഉത്തരവാദിത്വം, ബാക്കിയുള്ള ഉത്തരവാദിത്വം വേണ്ട, അത് എനിക്ക് യോജിപ്പില്ല. പകരം ആ ഉത്തരവാദിത്വം അവർക്ക് നിർവഹിക്കാൻ, അത് ഒറ്റ ദിവസത്തിൽ സംഭവിക്കുന്നതല്ല കേട്ടോ, അതൊരു ബൈ പ്രാക്ടീസിലൂടെ കൊണ്ടുവരേണ്ട ഒരു സാധനമാണ് എന്നാണ്. ഈ പരീക്ഷയുടെ ദിവസം പോലെ തന്നെ അതിന് മുമ്പത്തെ കുറെ ദിവസങ്ങളിൽ ഒരുക്കങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരുക്കങ്ങളെ നമുക്ക് ഒന്ന് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ നമുക്ക് നല്ലൊരു ഭക്ഷണ രീതി വേണമായിരിക്കും, നല്ല ഉറക്കം വേണമായിരിക്കും. അപ്പോൾ ഒരു ഹാബിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ പഠിക്കുന്ന സമയത്താണെങ്കിൽ എക്സാമിന് ഒരു മാസം മുമ്പേ രാവിലെ ഒരു 5 മണിയാകുമ്പോഴത്തേന് കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ടാക്ടിക്സ് ഉണ്ടോ ഇതിന് വേണ്ടിയിട്ട്? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ രാവിലെ പഠിക്കുന്നതാണോ രാത്രി പഠിക്കുന്നതാണോ നല്ലതെന്നൊക്കെ ആളുകൾ ചോദിക്കും. അപ്പൊ ബഹുഭൂരിപക്ഷം പേരും പറയും രാവിലെ പഠിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ രാവിലെ പഠിക്കും. എന്നെ അപേക്ഷിച്ച് അസാധ്യമാണ്. ഞാൻ രാത്രി പഠിക്കുന്ന ആളാണ്. എനിക്ക് രാവിലെ പഠിക്കാൻ കഴിയില്ല. രാവിലെ പഠിച്ച് തലയിൽ കയറില്ല. അതിന് ഞാൻ കാണുന്നത് അത് ഓരോരുത്തരുടെ ശരീരഘടന അനുസരിച്ചാണ് ഇതുണ്ടാവുക എന്നാണ്. രാത്രി 1 മണിക്ക് വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന അറ്റൻഷൻ രാവിലെ 6 മണിക്ക് വായിച്ചാൽ കിട്ടില്ല. പിന്നെ പറയുന്ന ഒരു എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം സൗണ്ട് പൊല്യൂഷൻ കുറവായിരിക്കും, എയർ നല്ല കാർ കിട്ടി, ഇതൊക്കെയാണ് കാരണമായി പറയപ്പെടുന്നത്. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴാണോ ശ്രദ്ധ വരുന്നത് ആ സമയത്ത് പഠിക്കുക എന്നാണ് അതിലെ ഒന്നാമത്തെ കാര്യം. പിന്നെ ഭക്ഷണക്രമം, എക്സാം എടുക്കുമ്പോൾ ഒരു ഭക്ഷണം, എക്സാം ഇല്ലാത്തപ്പോൾ ഒരു ഭക്ഷണം എന്നതല്ല, ഭക്ഷണമാണ് നിങ്ങളുടെ ജീവിതം. അതുകൊണ്ട് ഭക്ഷണം ആവശ്യത്തിന് കഴിക്കുക എന്നാണ് ഒരു പ്രധാന കാര്യം. പിന്നെ ഈ ഉറക്കം എന്ന് പറയുന്നത് ഞാൻ പറയും, നിങ്ങൾ ആവറേജ് ഒരു 6 hours മിനിമം ഉറങ്ങണം. 8 മണിക്കൂർ വരെ ആവാം. ഞാനൊക്കെ ആവറേജ് 7 മണിക്കൂർ ഉറങ്ങുന്ന ഒരാളാണ്. ചില കുട്ടികൾ ഈ എക്സാം എടുക്കുമ്പോഴത്തേനും അത് ഉറക്കത്തിന്റെ എമൗണ്ട് അങ്ങോട്ട് കുറയ്ക്കും. 4 മണിക്കൂർ 5 മണിക്കൂർ രാത്രി 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം 6 മണിക്ക് എണീറ്റ് പിന്നെ ഒന്നിരുന്ന് പഠിക്കും. അത് ശരിക്കും അൺഹെൽത്തി ആയിട്ടുള്ള കാര്യം. ഞാൻ അതിനോട് ഒട്ടും യോജിക്കാത്ത ഒരാളാണ്. അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് അങ്ങനെ പഠിക്കണമെന്ന് അറിയോ? അർജൻസി ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ളവരാണ് നമ്മൾ ബഹുഭൂരിപക്ഷം ആളുകളും. ആ പരീക്ഷയോട് അടുക്കുമ്പോഴാണ് ഉത്തരവാദിത്വം കൂടുക. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വേണ്ടേ. പരീക്ഷ ഉറപ്പായി മാർച്ച് മാസം വരുമെന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ ജൂണിൽ ജൂലൈയിൽ അറിയാമായിരുന്നല്ലോ അല്ലെ. ഇപ്പൊ നമ്മൾ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ചെയ്യേണ്ട കാര്യം എന്താ? ഇനി എത്ര ദിവസങ്ങളുണ്ട് എന്നും ഇനി അതിൽ ഏതെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, റിവിഷൻ ചെയ്യേണ്ടത് എന്നും ഒരു പ്ലാനിങ് ഉണ്ടാക്കിയിട്ട് ഈ അവൈലബിൾ ടൈമിനെ
ചെയ്യേണ്ട ജോലിയുമായി താരതമ്യം ചെയ്തൊരു പ്ലാനിങ് ക്രിയേറ്റ് ചെയ്യലാണ് യഥാർത്ഥത്തിൽ വേണ്ടതെന്നാണ്. പിന്നെ പരീക്ഷയ്ക്ക് മുമ്പുള്ള ഒരുക്കവും പരീക്ഷയുടെ ദിവസം ഒരുക്കവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യങ്ങൾ പറയേണ്ടത്. പരീക്ഷയുടെ ദിവസം പരീക്ഷയ്ക്ക് മുമ്പ് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഞാൻ പറയും, യഥാർത്ഥത്തിൽ നമ്മുടെ പരീക്ഷകൾ നമ്മുടെ ബുദ്ധി അളക്കാനുള്ള പരീക്ഷകളല്ല. ഒന്ന്, നിങ്ങൾ ഒരു കാര്യം കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടോ, അത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കഴിയുമോ, ഓർത്തിരുന്ന കാര്യങ്ങളെ പ്രകടിപ്പിക്കാൻ കഴിയുമോ, ഈ കാര്യങ്ങൾ മാത്രമാണ് എക്സാമിൽ നോക്കുക. അപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങളെ ഓർത്തെടുത്ത് എഴുതണമെങ്കിൽ ഒന്ന്, നിങ്ങൾ എഴുതി പഠിക്കുന്നത് കൂടുതൽ നന്നായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എഴുതി പഠിക്കുക എന്ന് പറയും. എഴുതി പഠിക്കുമ്പോൾ സ്വാഭാവികമായി ഓർമ്മ കൂടും. അത് മാത്രമല്ല, എഴുതുമ്പോഴാണ് എപ്പോഴും ക്ലാരിറ്റി വരിക, വായിക്കുമ്പോഴല്ല ക്ലാരിറ്റി വരിക, എഴുതുമ്പോഴാണ് ക്ലാരിറ്റി വരിക. അതുകൊണ്ട് എല്ലാം എഴുതി വെക്കണം എന്ന് പറയാൻ കാരണം. അപ്പോൾ എഴുതി പഠിക്കുക എന്നതാണ് ഒരു മാർഗം. പിന്നെ എപ്പോഴും ഈ സ്കൂൾ കോളേജ് പോലെ എക്സാമിനൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ മനസ്സിലാക്കുകയും ആ പാറ്റേൺ തിരികെ എഴുതി പഠിക്കുകയും ചെയ്യുക എന്നതാണ്. അതുകൊണ്ടാണ് ഈ 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികൾ മോഡൽ എക്സാമ്പിളൊക്കെ വയ്ക്കും. അങ്ങനെ ആ പാറ്റേൺ മനസ്സിലായാൽ നിങ്ങൾക്ക് എക്സാം നന്നായി ചെയ്യാൻ നല്ലതാണ് എന്നാണ്. ഒരുപാട് ഉറക്കമൊളിച്ച് ഈ ഹെൽത്ത് കളയരുത്. കാരണം നിങ്ങൾ പരീക്ഷ അടുത്ത മാസം വരാൻ പോകുന്ന രാത്രിയും പകലും പഠിച്ച് പരീക്ഷയ്ക്ക് തലേദിവസം അസുഖം വന്ന് സുഖമില്ലാതായാൽ ഈ പഠിച്ചതെല്ലാം വേസ്റ്റ് ആവുമല്ലോ. അപ്പം അതുകൊണ്ടൊരു ബാലൻസ് ചെയ്തുകൊണ്ട് ഉള്ള സമയത്ത് ഇത്രയേ പഠിക്കാൻ സമയമുള്ളൂ, അതിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ചില കാര്യങ്ങൾ ചിലപ്പോൾ പഠിക്കാൻ പറ്റിയില്ലെന്നിരിക്കും. പക്ഷെ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായി പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ്. അതായത് പഠിക്കുന്ന കാര്യങ്ങൾ തറവായിട്ട് പിന്നെ റിവൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ പണ്ട് റേസിനൊക്കെ പോകുമ്പോഴത്തേന് റേസിന്റെ കാര്യം, ഓട്ടത്തിന്റെ കാര്യം പറയുമ്പോൾ പറയില്ലേ, ലാസ്റ്റ് ലാപ്പിലാണ് ഏറ്റവും കൂടുതൽ ആൾ ഓടുന്നതെന്ന്. സെയിം ഇതായിരിക്കും ഇവിടെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ നോക്കുന്നത്, കുട്ടികൾ നോക്കുന്നത്. ലാസ്റ്റ് ആദ്യമേ കുറെ ഇങ്ങനെ കൂട്ടിവെച്ച് അവസാനം ആകുമ്പോഴത്തേനും തള്ളി നീക്കി കൊണ്ടുപോകാൻ നോക്കുമ്പോഴാണ് നമ്മൾ കുറെ ടെൻസ്ഡ് ആയിട്ട് പോകുന്നത്. ഈ ട്രെയിനിങ്ങിൽ വന്ന സമയത്ത് ഞാൻ വായിച്ച ഒരു വാചകം ഇതാണ്: നിങ്ങൾക്ക് നന്നായി ഒരു കാര്യം അവതരിപ്പിക്കണമെങ്കിൽ 5 P വേണം എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ആ സമയത്ത്. ഒന്നാമത്തെ P പ്രിപ്പറേഷൻ, ഒരുക്കം. രണ്ടാമത്തെ P പ്രിപ്പറേഷൻ, ഒരുക്കം. മൂന്നാമത്തെ P പ്രിപ്പറേഷൻ, ഒരുക്കം. നാലാമത്തെ P പ്രിപ്പറേഷൻ, ഒരുക്കം. അഞ്ചാമത്തെ P പ്രസന്റേഷൻ എന്നാണ് പറയുക. ഇത് എക്സാമിന്റെ കാര്യത്തിലും കറക്റ്റാണ്. നിങ്ങൾ എത്ര ഒരുങ്ങുന്നുവോ അത്രയും നിങ്ങൾ കോൺഫിഡൻ്റ് ആകും. ഒരുക്കമാണ് കോൺഫിഡൻസ് തരുന്നത്. നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് ഇല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ എത്ര ഒരുങ്ങിയിട്ടുണ്ടോ അത്രയും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കും എന്നാണ്. അപ്പം അതുകൊണ്ട് ഒരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. 1 മാസം ഉണ്ടെങ്കിൽ ആ 1 മാസം ഏറ്റവും നന്നായി ഒരുങ്ങുക എന്നാണ്. 10 ദിവസം ഉള്ളുവെങ്കിൽ 10 ദിവസം ഒരുങ്ങുക എന്നാണ്. ഇപ്പൊ നമ്മൾ പാരന്റ്സിന്റെയും സ്റ്റുഡൻസിന്റെയും കാര്യം പറഞ്ഞു. ടീച്ചേഴ്സിനോട് സാറിന് എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ പറയാനുള്ളത്? ഇത്ര കുട്ടികൾ ഇത്ര മാർക്കിന് നമുക്ക് പാസ്സാക്കി എടുക്കണം, ഇത്ര വിജയ ശതമാനം നമ്മുടെ സ്ഥാപനത്തിന് വേണം, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ല, അങ്ങനെ ഒരു പ്രഷർ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം കുട്ടികൾക്ക് ജനിപ്പിക്കുന്നത് കൊണ്ട് റിസൾട്ട് ഉണ്ടോ എന്ന് ടീച്ചർമാർ ചിന്തിക്കേണ്ടതാണ്. പകരം ഈ എളുപ്പത്തിൽ, അതായത് ഒരു ടീച്ചർ എന്തു പഠിപ്പിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു കൊടുക്കൽ. എന്ത് പഠിക്കണം കുട്ടികളോട്, ഇന്ന ക്വസ്റ്റ്യൻസ് പഠി, ഇന്ന സാധനങ്ങൾ പഠി എന്ന കൂട്ടത്തിൽ അത് എങ്ങനെ പഠിക്കണം, അത് എങ്ങനെ പരീക്ഷയ്ക്ക് എഴുതണം എന്ന് പഠിപ്പിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം, ചില ആളുകൾ നന്നായി പഠിക്കും, നല്ല ഓർമ്മയുണ്ടാകും, എന്നാൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടില്ല. അതെന്താ കാര്യം ചോദിച്ചാൽ ഞാനെപ്പോഴും പറയും, എക്സാമിനേഷൻസ് എന്നുള്ളൊരു സ്കില്ലാണ്. അത് എങ്ങനെ നിങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ട്രെയിനിങ്ങിൽ ചിലപ്പോൾ നമ്മുടെ ട്രെയിനിങ് നന്നായത് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ അറിവുള്ളത് കൊണ്ടല്ല, എന്നേക്കാൾ അറിവുള്ള പലരും ട്രെയിനർ ആയിട്ടില്ല. അതൊരു സ്കില്ലാണ്, ആ സ്കിൽ. അതുപോലെ എക്സാം ഒരു സ്കില്ലാണ്. ഈ എക്സാം നന്നായി എഴുതിയ കുട്ടി മറ്റുള്ള കുട്ടിയേക്കാൾ ബുദ്ധിയുള്ള കുട്ടിയാവണം നിർബന്ധമില്ല. അപ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് എന്താണ് ഒരു കുട്ടി ചെയ്യേണ്ടത് എന്ന് ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഞാനൊരു 2 ഉദാഹരണം പറയും.
ഈ എക്സാമിനേഷന്റെ ഹോളിൽ കയറി കഴിഞ്ഞാൽ അവസാന ബെല്ലടിക്കുന്നവരെ കുട്ടികൾ പഠിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അതിനോട് യോജിപ്പില്ലാത്ത ഒരാളാണ്. ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ മുമ്പെങ്കിലും പുസ്തകങ്ങളുമെല്ലാം മാറ്റിവെക്കുക. സ്വസ്ഥമായിട്ട് ആ കസേരയിലിരുന്ന്, നിങ്ങളിരിക്കുന്ന ബെഞ്ചിലോ കസേരയിലോ ഇരുന്നിട്ട് നന്നായി ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. എന്താ കാരണം? കൂടുതൽ ഓക്സിജൻ അകത്തേക്ക് ചെല്ലുമ്പോൾ ബ്രെയിൻ കുറേയും കൂടി ആക്റ്റീവ് ആകും. ഒരു കാമൻ ക്വയറ്റായ സ്ഥലത്താണ് നമുക്ക് നല്ല ഓർമ്മകൾ തെളിഞ്ഞു വരിക. അപ്പൊ ഒന്ന് അത് ചെയ്യാം. ഒരു 10 മിനിറ്റ് മുമ്പ് പഠിത്താലും നിങ്ങൾ ഈ 10 മിനിറ്റിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ 10 മിനിറ്റ് സ്വസ്ഥമായിരുന്നു ചെയ്യുക. 1. 2, ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് 2-3 മിനിറ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒന്ന് മുഴുവനും വായിക്കുക എന്നാണ് ഞാനൊക്കെ എക്സാം എഴുതുന്ന സമയത്ത് അങ്ങനെ ചെയ്തിരുന്നത്. എന്താ കാരണം? ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടും. ഇതിങ്ങനെയാണ് എന്നൊരു ഒരു ധാരണയോടുകൂടി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിന് കുറച്ചും കൂടി ഫെമിലിയാരിറ്റി ഉള്ളത് കൊണ്ട് എളുപ്പമായിരിക്കും. അപ്പം അതുകൊണ്ട് അത് ചെയ്യുക എന്നാണ് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, 10 മാർക്കിന്റെ എസ്സേ പോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. അപ്പോൾ ഓരോന്നിനും എത്ര സമയമാണ് നമ്മൾ അലോട്ട് ചെയ്തത് എന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ വേണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ 1 മിനിറ്റിന്റെ ആൻസറിന് വേണ്ടി 5 മിനിറ്റും 5 മാർക്കിന്റെ ആൻസറിന് വേണ്ടി 2 മിനിറ്റും വിനിയോഗിക്കുന്നത് ഭൂലോകം മണ്ടത്തരമല്ലേ? അപ്പോൾ നമ്മുടെ സമയത്തിനെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഏത് സെക്ഷൻ എത്ര സമയം വിനിയോഗിക്കണം എന്ന് കൃത്യമായി അലോട്ട് ചെയ്യുകയും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നതാണ് 3ാമത് എനിക്ക് പറയാനുള്ള കാര്യം. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ പ്രധാനപ്പെട്ടത്. കാരണം നിങ്ങൾ ആദ്യത്തെ മൊത്തം 3 പാർട്ട് ഉണ്ട്. ആദ്യത്തെ 2 പാർട്ടിന് വേണ്ടി നിങ്ങൾ ഫുൾ സമയം ചെലവഴിച്ച് 3ാമത്തെ പാർട്ട് എഴുതാൻ പറ്റില്ലെന്ന് വിഷമിച്ചൊരു കാര്യമില്ലല്ലോ. പിന്നെ 4ാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും വിദ്യാർത്ഥികൾ കണ്ടിട്ടുണ്ട് ഓർഡർ പ്രകാരം തന്നെ എഴുതണം എന്നൊക്കെ വിചാരിക്കും. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് അറിയാവുന്നതേ ആദ്യം എഴുതാവൂ. ഇപ്പൊ ഉദാഹരണം, സെക്ഷൻ 1 ആദ്യത്തെ 4 ചോദ്യത്തിന് ഉത്തരം അറിഞ്ഞുകൂടാ, 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം നന്നായി അറിയാം എങ്കിൽ സെക്ഷൻ 1 ചോദ്യം 5 എന്ന് പറഞ്ഞേ തുടങ്ങാവൂ. എന്തുകൊണ്ടാ? നന്നായി അറിയുന്ന ഉത്തരം എഴുതുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കും. 1, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകും. സ്മോൾ വിൻസ് മേക്സ് ദ കോൺഫിഡൻസ് അറിയാം. അപ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകും. 2, എന്താ? ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട്, ഈ ആൻസർ പേപ്പർ എടുത്തിട്ട് ഈ ഇവാലുവേറ്റ് ചെയ്യുന്ന ടീച്ചർ ഉണ്ടല്ലോ, അത് നോക്കുമ്പോൾ ആദ്യത്തെല്ലാം വളരെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് കാണുന്നതിനോട് ഒരു ചായ ഉണ്ടാകും. നന്നായി പഠിക്കുന്ന കുട്ടി ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തു എന്നതാണ്. അപ്പം അതുകൊണ്ട് അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതുക എന്നതിനാണ്. അത് നിങ്ങൾക്ക് അറിയുന്ന ഓർഡറിൽ തന്നെ എഴുതുക. അല്ലാണ്ട് ഇപ്പൊ സെക്ഷൻ 1 ഒരു ചോദ്യം പോലും അറിയില്ല, നിങ്ങൾ സെക്ഷൻ 2ലേക്ക് പോകുന്നു, പിന്നെ നിങ്ങൾ സെക്ഷൻ 1 എന്ത് ചെയ്യാൻ മാർക്ക് തരില്ല നിയമമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അപ്പൊ അത് പാലിക്കുക എന്നതാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഒരു ചർച്ചയുണ്ട്. ഇടി ആ 3ാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്താ എന്നൊക്കെ പറയും. ഞാൻ പറയും, അത്തരം ചർച്ചകൾ നടത്താതിരിക്കുക. എന്ന കാരണം, ഇനി അത് തെറ്റാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞുപോയി, ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്കിത് ചർച്ച ചെയ്യാം. എപ്പോ? എല്ലാ എക്സാമും കഴിഞ്ഞ് ലാസ്റ്റ് പോണ ദിവസം ഇരുന്ന് ചർച്ച ചെയ്യുകയോ കെട്ടിപ്പിടിച്ച് കരയുകയോ ഒക്കെ ചെയ്യാം. ഒരു പരീക്ഷ കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചർച്ചയില്ല, കഴിഞ്ഞുപോയി, വെരി ഗുഡ്, നന്നായി ചെയ്തിട്ടുണ്ട്, വീട്ടിൽ നാളത്തെ പരീക്ഷയ്ക്ക് എന്ന് പോകുന്നതാണ് ശരി എന്നാണ്. അപ്പം ഇങ്ങനെ ചില കാര്യങ്ങൾ പിന്നെ എഴുതുമ്പോൾ കയ്യക്ഷരം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് നമ്മൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ടീച്ചർക്ക് അത് വായിക്കാൻ പാകത്തിലെങ്കിലും വേണ്ടേ? അല്ലാണ്ട് അവർക്കിത് മനസ്സിലാകുന്നേയില്ല. അവർ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് കാണാൻ, ഇല്ലെങ്കിൽ ആൻസർ ഷീറ്റ് കാണാൻ വേണ്ടി ഒരുപാട് എഫേർട്ടിന്റെ ഒരു ഗതികേട്. നമ്മളങ്ങനെ ഒരാളെ ഗതികേട്ടിച്ചാൽ അയാൾ നമ്മളെ ഗതികേട് ഉണ്ടാക്കും എന്നാണല്ലോ അർത്ഥം. അതുകൊണ്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ
നല്ല മാർക്ക് കിട്ടുന്നതാണ്. ഞാൻ എന്നെക്കാൾ നന്നായി പഠിക്കുന്ന കുട്ടികൾ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പലപ്പോഴും എനിക്ക് എൻ്റെ ആൻസർ ഷീറ്റ് ഇപ്പോഴും ഞാൻ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ആൻസർ ഷീറ്റ് എൻ്റെ വീട്ടിലുണ്ട്. അപ്പൊ ഇന്നും എനിക്ക് ആൻസർ ഷീറ്റ് കാണുമ്പോൾ എന്നോട് വലിയ സന്തോഷം തോന്നും. കാരണം വളരെ ഗ്യാപ്പൊക്കെ ഇട്ട് വരയൊക്കെ ഇട്ട് ബോർഡറൊക്കെ ഇട്ട്, അപ്പൊ അത് കാണുന്ന ടീച്ചർമാർ അന്നും പറയായിരുന്നു ഇവന്റെ ആൻസർ ഷീറ്റ് കാണാൻ ഭയങ്കര സന്തോഷമാണ് എന്ന് പറയായിരുന്നു. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്താൽ ഏതൊരു കുട്ടിക്കും നല്ല മാർക്ക് മേടിക്കാം, നന്നായി പഠിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വിഷ് സാറിന് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ സാർ എന്ത് കൊടുക്കും ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട്? എക്സാം വരുവാണല്ലോ, ഒരു വിഷായിട്ട്. ഉത്തരവാദിത്തം ഉണ്ടാവട്ടെ, പേടി വേണ്ട. പിന്നെ പരീക്ഷ മാത്രമാണ് ജീവിതം എന്നില്ല. എന്നാൽ പരീക്ഷ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു മൈൽ സ്റ്റോൺ ആണ് ജീവിതത്തിൽ. അത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കും. നല്ല മാർക്ക് കിട്ടുമ്പോൾ, ഇപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ എൻ്റെ സ്കൂളിങ്ങിലൊക്കെ വളരെ നന്നായി പഠിച്ചത് പിന്നീട് എൻ്റെ ജീവിത പരാജയ സമയങ്ങളിലും എന്നെക്കുറിച്ചൊരു നല്ല സെൽഫ് എസ്റ്റീം ഉണ്ടാവാൻ സഹായകരമായി. ഇന്നും ഞാൻ എൻ്റെ സ്കൂൾ ഡേയ്സിനെ ഭയങ്കര അഭിമാനമായി കാണുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ടീച്ചർമാർക്ക് ഭയങ്കര ഇഷ്ടം, പഠിക്കുന്ന കുട്ടികളെ പൊതുവെ ടീച്ചർമാർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ, പെറ്റാന്ന് പറയും. ഞാൻ അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഒരു പെറ്റായിരുന്നു സ്കൂളിൽ. കോളേജിൽ അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ അത് നമുക്ക് നിലനിർത്തുക എന്നതാണ്. കോളേജിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയാൻ കാരണം, കോളേജിൽ വന്നപ്പോൾ നമ്മൾ കുറേം കൂടി ഫ്രീ ആയി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കാൻ തുടങ്ങി. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാവുമല്ലോ, ആ അർത്ഥത്തിലാണ്. അപ്പം അതുകൊണ്ട് പേടിക്കേണ്ട, ഉത്തരവാദിത്വം അനിവാര്യമാണ്. ഈ പരീക്ഷയിൽ വമ്പിച്ച വിജയം ഉണ്ടാവാനും അതിലൂടെ ഭാവി നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, നല്ല പഠനങ്ങൾ ഉണ്ടാവാൻ സഹായകരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാറിന്റെ ഒരു വിഷയം കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. ഇനിയും ഒത്തിരി പരീക്ഷകൾ ഫേസ് ചെയ്യാനും അതെല്ലാം ജയിച്ച് വലിയൊരു സക്സസിലേക്ക് എത്താനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ പറയുകയാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ ചർച്ച ചെയ്ത സാറിന്റെ അടുത്ത് താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു കൃഷ്ണ.